കോയമ്പത്തൂർ നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ശാന്തഗംഭീരവും മനസ്സിനും ശരീരത്തിനും കുളിരേകി പരിലസിക്കുന്ന തടാകം ദേശത്ത് മാനവിക സ്നേഹത്തിന്റെ പരിമളവാസനയായി പ്രശോഭിച്ച ഒരു തപോധനന്റെ ദീർഘവീക്ഷണത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും ഫലമാണ് ക്രിസ്തു ശിഷ്യ ആശ്രമം. ജന്മം കൊണ്ട് അയർലൻഡുകാരനായിരുന്നുവെങ്കിലും കർമ്മം കൊണ്ട് ഈ ദേശത്തിന്റെ പിതാവായി മാറിയ ബിഷപ്പ് ഹെർബർട്ട് പെക്കൻഹാം വാൾഷ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഒരാശ്രമം സ്ഥാപിക്കുക എന്ന വലിയ ആഗ്രഹത്തെ തൻ്റെ ശിഷ്യന്മാരായിരുന്ന KC വർഗീസ്, ടിയോ മാത്യു എന്നിവരുമായി പങ്കുവച്ചു. തങ്ങളുടെ ഗുരുവിൻ്റെ താല്പര്യത്തെ അംഗീകരിച്ച അവർ 1935 തടാകത്തിൽ കടന്നു വരികയും 1936 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വേണ്ടി കേരളത്തിന് പുറത്ത് ആദ്യത്തെ ആശ്രമ പ്രസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു. പരസ്പര സ്നേഹവും കരുതലും പങ്കിടലുമാണ് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് വിശ്വസിച്ചിരുന്ന ബിഷപ്പ് വാൾഷ് കുടുംബസ്ഥർക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ആശ്രമം രൂപപ്പെടുത്തിയത്. തൽഫലമായി തടാകമാശ്രമം എന്ന കുടുംബത്തിലേക്ക് നിരവധി പേർ വന്നു ചേരുകയും ചെയ്തു. വികസനത്തിന്റെ വെളിച്ചം തീണ്ടിയിട്ടില്ലാത്ത തടാകം പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളോ സാമൂഹിക സുരക്ഷിതത്വമോ ഇല്ലാതിരുന്ന ജനവിഭാഗത്തിന്റെ ഇടയിലേക്ക് മതപരിവർത്തനത്തിന് പ്രാധാന്യം നൽകാതെ സാമൂഹിക പരിവർത്തനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ബിഷപ്പും പ്രിയ പത്നി ക്ലാര വാൾഷും സഹപ്രവർത്തകരും ചേർന്ന് അവികസിത 22ഓളം ഗ്രാമങ്ങൾ ചുറ്റി സഞ്ചരിച്ച് അവിടെ താമസിച്ചിരുന്ന പാവപ്പെട്ടവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും മനുഷ്യത്വവും സ്നേഹവും സാഹോദര്യവും പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വേദപീഠത്തിനപ്പുറം ജീവിതം തന്നെ ആരാധനയാക്കിയ ആത്മീയ ഗുരു സഹജീവികളുടെ ഉന്നമനത്തിനായി ആരോഗ്യ മേഖലയിലും വിവരസാങ്കേതിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഗവൺമെൻറ് തല പ്രവർത്തനങ്ങൾക്ക് സ്വാധീനം ചെലുത്തി സാമൂഹ്യ പരിവർത്തനം നടത്തി. സാമൂഹ്യ പരിവർത്തനങ്ങൾക്ക് തൻ്റെ സ്വന്തം സമ്പാദ്യങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുവാൻ സഹജീവികൾക്കും കരുണ പങ്കിട്ടു വയ്ക്കണമെന്ന സന്ദേശം അവസാന നാൾ വരെ പിന്തുടർന്ന പിതാവ് 1959 ജനുവരി 9 ഈ ലോകത്തോട് വിട പറഞ്ഞു. 2 വർഷങ്ങൾക്ക് ശേഷം 1961 ജൂൺ 5 ക്ലാര വാൾഷും ലോകത്തോട് യാത്രയായി. മലങ്കര സഭയ്ക്ക് പുതിയ വീക്ഷണവും മാർഗദർശനവും നൽകിയ വാൾഷ് ദമ്പതികൾ അവർ സ്ഥാപിച്ച തടാകം ആശ്രമത്തിലെ ലളിതസുന്ദരമായ ചാപ്പലിൻ്റെ ഇടതുവശത്തെ അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവർ നട്ടുവളർത്തിയ മരങ്ങളുടെയും ചെടികളുടെയും തണലും സൗന്ദര്യവും ഏറ്റുവാങ്ങിക്കൊണ്ട് സ്പന്ദിക്കുന്ന കല്ലറകൾ അനുഗ്രഹങ്ങൾ പകരുന്നു. അഭിവന്ദ്യ ഡോക്ടർ സക്രിയ മാർ തേഫിലോസ് തിരുമേനിയുടെ പ്രവർത്തന ഫലമായി പരിശുദ്ധ സുന്നകദോസിന്റെ തീരുമാനപ്രകാരം 2015 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ മലങ്കര സഭാ ബന്ധു എന്ന നാമം നൽകി ബിഷപ്പിനെ ആദരിച്ചു. ബിഷപ്പിന്റെ പ്രവർത്തന ഫലമായി മലങ്കര സഭയ്ക്ക് ഒട്ടേറെ പിതാക്കന്മാരെ ലഭിച്ചു. ഇവരിൽ പ്രധാനിയാണ് അഭിവന്ദ്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനി. ഫിലിപ്പോസ് തോമസ് എന്ന റെയിൽവേ ജോലിക്കാരിൽ നിന്ന് ഫിലിപ്പോസ് മാർ യൗസേബിയോസ് എന്ന മേൽപ്പട്ടക്കാരനെ സഭയ്ക്ക് ലഭിച്ചത് ബിഷപ്പ് വാൾഷ് കണ്ട ദർശനമാണ്. കൂടാതെ സക്രിയ മാർ തേഫിലോസ് തിരുമേനിയും ബിഷപ്പ് വാൾഷ് കണ്ട ദർശനത്തിൻ്റെ പിന്തുടർച്ചക്കാരനാണ്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാസ്മരികത സ്വജീവിതത്തിലൂടെ പ്രഹരിച്ച് കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവയായി ജീവിതം യാമങ്ങളിലെ പ്രാർത്ഥനയാക്കി മാറ്റിയ ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ സക്രിയ മാർ തേഫിലോസ് തിരുമേനിയുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് നിത്യതയിൽ ജീവിക്കുമ്പോഴും ശരീരവും ആത്മാവും ഇവിടെ നിലകൊള്ളുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ പ്രചോദന കേന്ദ്രമായ ആശ്രമത്തിൽ തൻ്റെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് മാർഗദർശിയായ ബിഷപ്പ് വാൾഷ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണ് അഭിവന്ദ്യ തിരുമേനിയും തെരഞ്ഞെടുത്തു. 2017 ഒക്ടോബർ 24 കാലം ചെയ്ത തിരുമേനിയുടെ ഭൗതിക ശരീരം 26 ആശ്രമം ചാപ്പലിൻ്റെ വലതുഭാഗത്ത് കബറടക്കി. നിലയ്ക്കാത്ത അനുഗ്രഹമാരിയായി അനേകർക്ക് അഭയകേന്ദ്രമായി ആ കബറുകൾ നിലകൊള്ളുന്നു. കൂടാതെ ആശ്രമം 90 വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിനെ നയിച്ച
പൂർവ്വ പിതാക്കന്മാരെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. 1938 മുതൽ 1970 കാലഘട്ടത്തിൽ ആശ്രമത്തിന്റെ വിസിറ്റർ ബിഷപ്പായി അഭിവന്ദ്യ അലക്സിയോസ് മാർ തേവദോസിയോസ് തിരുമേനിയും 1970 മുതൽ 1992 കാലഘട്ടം അഭിവന്ദ്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തേഫിലോസ് തിരുമേനിയും 1992-2004 വരെ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയും 2009 മുതൽ 2010 കാലഘട്ടത്തിൽ പൗലോസ് മാർ മിലുത്തിയോസ് തിരുമേനിയും 2010-2017 കാലഘട്ടത്തിൽ അഭിവന്ദ്യ ഡോക്ടർ സക്രിയാസ് മാർ തേഫിലോസ് തിരുമേനിയും 2018 മുതൽ ഈ കാലയളവിൽ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയും സേവനമനുഷ്ഠിച്ചു പോകുന്നു. ഈ വന്യപിതാക്കന്മാരുടെ നേതൃത്വവും പ്രാർത്ഥനയും ആത്മീക ഭരണകാര്യത്തിൽ ആശ്രമത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ കാലയളവിൽ ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആശ്രമ ആചാര്യന്മാരുടെ ദീർഘവീക്ഷണവും ശ്രദ്ധേയമാണ്. 1936 മുതൽ 1979 വരെ 43 വർഷം ആശ്രമത്തിന്റെ ആചാര്യയായി KC വർഗീസ് അച്ഛൻ സേവനമനുഷ്ഠിച്ചു. 1979 മുതൽ 1992 വരെ 13 വർഷം MK ജേക്കബ് അച്ഛനും 1992 മുതൽ 94 വരെ KV യാക്കോബ് അച്ഛനും 1994 മുതൽ 97 വരെ 3 വർഷക്കാലം അഭിവന്ദ്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയും 1997 മുതൽ 2012 വരെ 15 വർഷക്കാലം KV യാക്കോബ് റമ്പാച്ചനും ആചാര്യയായി സേവനമനുഷ്ഠിച്ചു. 2012 മുതൽ 2014 കാലയളവിൽ MD യൂഹാനോ റമ്പാച്ചൻ ആക്ടിംഗ് ആചാര്യയായി സേവനമനുഷ്ഠിച്ചു. 2014 മുതൽ 2021 വരെ 7 വർഷക്കാലം NM ജോർജസനും 2021 മുതൽ 2024 വരെ 3 വർഷക്കാലം ജിജോ പി എബ്രഹാം അച്ഛനും ആചാര്യമാരായി സേവനമനുഷ്ഠിക്കുകയും 2024 മുതൽ മകേഷ് പോളച്ചൻ ആചാര്യ സ്ഥാനത്ത് തുടർന്നു വരികയും ചെയ്യുന്നു. കൂടാതെ VT മറിയാമ്മ, ഏലിയാമ്മ ചാക്കോ, സാറാമ്മ എന്നീ സിസ്റ്റേഴ്സിന്റെ സേവനവും വിലമതിക്കാനാവാത്തതാണ്. ഈ നവതിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ബിഷപ്പ് വാൾഷ് കണ്ട ദർശനങ്ങളെ യാഥാർത്ഥ്യമാക്കി ആശ്രമം അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ആധ്യാത്മികതയുടെ ഉറവയായി ഈ 2 പിതാക്കന്മാരുടെയും കബറുകൾ സ്ഥിതി ചെയ്യുന്ന ചാപ്പലിൽ മുടങ്ങാതെ യാമപ്രാർത്ഥനകളും വിശുദ്ധ ബലിയും നടത്തിവരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അനേകർ ഇവിടേക്ക് കടന്നു വരികയും പുണ്യപിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ സക്രിയ മാർ തേഫിലോസ് തിരുമേനിയുടെ 1ാം ഓർമ്മ പെരുന്നാളിൽ വന്യപിതാക്കന്മാരുടെ കബറുകൾ ചാപ്പലിനുള്ളിൽ വരത്തക്ക രീതിയിൽ പുതിയ ചാപ്പലിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. 2018 ഒക്ടോബറിൽ തിരുമേനിയുടെ ഓർമ്മ ദിവസത്തിൽ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി പുതുതായി നിർമ്മിക്കുന്ന ചാപ്പലിന്റെ കല്ലിടിയിൽ കർമ്മം നിർവഹിക്കുകയും 2021 ജനുവരിയിൽ ബിഷപ്പ് വാൾഷിന്റെ ഓർമ്മ ദിനത്തിൽ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി പുതുതായി നിർമ്മിച്ച ചാപ്പലിന്റെ കുദാശാകർമ്മം നിർവഹിക്കുകയും ചെയ്തു. പാവപ്പെട്ടവന്റെ ജീവനും വിലയുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം എന്ന ആശയത്തോടെ അവരോടുള്ള കരുതലിന്റെ ഭാഗമായി ബിഷപ്പ് വാൾഷ് മെമ്മോറിയൽ ആശുപത്രി പ്രവർത്തിച്ചു വരുന്നു. സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും സേവനം സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തും പാവപ്പെട്ടവന്റെ ഇടയിൽ വിപ്ലവം സൃഷ്ടിക്കുവാൻ സാധിച്ചത് ബിഷപ്പ് വാൾഷ് മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാവപ്പെട്ടവനും എന്ന കാഴ്ചപ്പാടാണ് ഇതിലേക്ക് നയിച്ചത്. സാധാരണക്കാരൻ്റെ ഇടയിൽ ഇത് ഒരു പുതിയ വെളിച്ചം ആയിരുന്നു. ബിഷപ്പ് വാൾഷിന്റെ ഊരുകളിലെ പ്രവർത്തനത്തിന് പുനർജന്മമായി ആശുപത്രിയുമായി ചേർന്ന് അഭിവന്ദ്യ തേഫിലോസ് തിരുമേനിയുടെ നാമത്തിൽ ഡോക്ടർ സക്രിയ മാർ തേഫിലോസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. ബിഷപ്പ് വാൾഷ് മെമ്മോറിയൽ ധ്യാന കേന്ദ്രം തേഫിലോസ് തിരുമേനിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു. കടന്നുവരുന്ന ഓരോ വ്യക്തിക്കും താമസിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അടങ്ങുന്ന ത്രിനില കെട്ടിടം 2017 ഡോക്ടർ സക്രിയ മാർ തേഫിലോസ് തിരുമേനി കൂദാശ ചെയ്ത് വിശ്വാസികൾക്ക് സമർപ്പിച്ചു. തടാകത്തിന്റെ മരച്ചുവട്ടിൽ ബിഷപ്പ് വാൾഷ് കണ്ട ദർശനത്തിന്റെ തുടർച്ചയായി വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വിശ്രമിക്കുവാൻ വേണ്ടിയുള്ള കെട്ടിടം 4 കുടുംബത്തിന് എല്ലാ സൗകര്യങ്ങളോടും കൂടി താമസിക്കുവാൻ കഴിയുന്ന രീതിയിൽ പണി കഴിച്ച് അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി 2021 ഒക്ടോബർ 24 കൂദാശ ചെയ്തു.
എല്ലാ വർഷവും വാൾഷ് പിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ 21 ഊരുകളിൽ നിന്നുള്ള സാധാരണക്കാർക്ക് അരി വിതരണവും, തേഫിലോസ് തിരുമേനിയുടെ ഓർമ്മ ദിവസത്തിൽ ചികിത്സാ സഹായവും വിദ്യാഭ്യാസ സഹായവും നൽകി വരുന്നു. ഇവയെല്ലാം നിലയ്ക്കാത്ത പ്രവർത്തനങ്ങളാണ്. പറ്റാത്ത ഉറവയായി തടാകത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം പകരുന്ന മലങ്കരയുടെ മോറാൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബായും, തടാകത്തെ തൻ്റെ സ്വപ്നഭൂമിയായി കാണുന്ന മുംബൈ ഭദ്രാസന മെത്രാപ്പോലിത്തയും, ആശ്രമം വിസിറ്റർ ബിഷപ്പുമായ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയുടെയും പ്രവർത്തനങ്ങൾ നവതിയുടെ നിറവിന് മാറ്റുകൂട്ടുന്നു. ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കുവാനുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഈ ദീപം അണയാതെ നിലനിൽക്കണം. ഇനിയും ഈ പുണ്യനാമങ്ങൾ വാനോളം ഉയരണം. നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ദൈവകൃപയുടെ 90 വർഷങ്ങൾ പിന്നിടുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ പാവന സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം.